നമസ്കാരം. ഇന്നലെ കായംകുളം MLA ആയിട്ടുള്ള യു പ്രതിഭയുടെ മകനെയും സുഹൃത്തുക്കളെയും എക്സൈസ് അറസ്റ്റ് ചെയ്ത വാർത്ത നമ്മൾ കേട്ടതാണ്. ആ വാർത്ത വന്നതിന് പിന്നാലെ യു പ്രതിഭ MLA തന്നെ വന്ന് ഫേസ്ബുക്ക് ലൈവ് ഇട്ട് പ്രതികരിച്ചതാണ്. നമ്മൾ രാവിലെ അതിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം MLA പറഞ്ഞത് മകനെതിരെയുള്ള കേസ് തെറ്റായിട്ടുള്ളൊരു കേസാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, മാധ്യമ സൃഷ്ടിയാണ്, തന്നോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ മനഃപൂർവ്വമാണ് തന്റെ മകന്റെ പേര് വലിച്ചിഴച്ചത്, ആ ഒരു കാര്യം നിയമപരമായിട്ട് മുന്നോട്ട് പോകും, മാധ്യമങ്ങൾക്കെതിരെ കേസ് കൊടുക്കും എന്നൊക്കെയായിരുന്നു MLA പ്രതികരിച്ചത്. എന്നാൽ ഇപ്പോൾ MLAയുടെ വാദം മുഴുവനായിട്ട് പൊളിഞ്ഞേക്കാണ്. ഏതായാലും ഞാൻ വാർത്ത കേൾപ്പിച്ചു തരാം. കഞ്ചാവ് കേസിൽ മകൻ പ്രതിയല്ലെന്ന യു പ്രതിഭ MLAയുടെ വാദം പൊളിയുന്നു. മകൻ കനിവിനെ 9ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. എഫ്ഐആറിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. ഇന്നലെയാണ് സുഹൃത്തുക്കൾക്കൊപ്പം MLAയുടെ മകനെ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നത്. ശരത് SS വിവരങ്ങളുമായി. ശരത്, ഇപ്പോൾ എഫ്ഐആറിൽ പറയുന്നത് എന്താണ്? സ്മൃതി, അതായത് ഇന്നലെയാണ് കനിവിനെ എക്സൈസ് സംഘം കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. ആ സമയത്ത് MLA പറഞ്ഞിരുന്നത് മകനെതിരെ കേസില്ല, മകനിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു MLAയുടെ വിശദീകരണമായി പറഞ്ഞിരുന്നത്. പക്ഷേ അത് തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് എഫ്ഐആറിൽ പറയുന്നത്. ഈ പ്രതികൾ, അതായത് കനിവ് ഉൾപ്പെടെയുള്ള പ്രതികൾ കഞ്ചാവ് കൈവശം വെച്ചിരുന്നെന്നും ഉപയോഗിച്ചെന്നുമാണ് എഫ്ഐആറിൽ പറയുന്നത്. മാത്രമല്ല, ഇവരിൽ നിന്ന് 3 ഗ്രാം കഞ്ചാവ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം കഞ്ചാവ് ഉപയോഗിക്കാനായി ഉള്ള ഒരു കുപ്പി, ദ്വാരമുള്ള കുപ്പി, അതേപോലെ തന്നെ പപ്പായയുടെ തണ്ട്, അതേപോലെ തന്നെ പുകയിലയിൽ മിശ്രിതമാക്കിയ നിലയിൽ കഞ്ചാവും കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എക്സൈസ് സംഘം ഈ എഫ്ഐആറിൽ പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ MLAയുടെ വാദം അത് പൂർണ്ണമായും തള്ളുന്നതാണ്. MLA പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ വാർത്ത അടിസ്ഥാനരഹിതമാണ്, മകനെതിരെ കേസില്ല, മകനിൽ നിന്ന് അല്ലെങ്കിൽ ഈ സംഘത്തിൽ നിന്നോ കഞ്ചാവ് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു MLAയുടെ വാദം. പക്ഷെ എന്തായാലും അത് തെറ്റാണെന്ന് എഫ്ഐആറിൽ നിന്ന് വ്യക്തം. MLA ഇനി എന്ത് പറഞ്ഞിട്ട് മാധ്യമങ്ങളുടെ പേരിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പൊ മാധ്യമങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത് MLAയുടെ മകന്റെ കയ്യിൽ നിന്ന് പിടിച്ചു എന്നാണ് റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ ഇപ്പൊ പറയുന്നു മകന്റെ കയ്യിൽ നിന്നല്ല, സുഹൃത്തിന്റെ കൈവശമാണ് പിടിച്ചേക്കുന്നത്. വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് പിടിച്ചേക്കുന്നത്. അപ്പൊ മകന്റെ കയ്യിൽ നിന്ന് ആകാൻ സാധ്യതയുണ്ട് കേട്ടോ. MLAയുടെ മകനായതുകൊണ്ട് തന്നെ ആളെ മാറ്റി പറഞ്ഞതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൂടാതെ തന്നെ ഇവർക്ക് ജാമ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് എമൗണ്ട് കുറച്ച് കാണിച്ചതാണോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. കാരണം MLA ഇടപെട്ടിട്ടുള്ളൊരു കേസാണ്, MLAയുടെ മകൻ ഇൻവോൾവ് ആയിട്ടുള്ളൊരു കേസാണ്. എന്തും എങ്ങനെയും എപ്പോൾ വേണേലും സംഭവിക്കാം. അതുമാത്രമല്ല, MLAയുടെ മകൻ 9ാമത്തെ പ്രതിയാണ്. ഒരാളെയും കൂടി പ്രതി ചേർത്തായിരുന്നെങ്കിൽ നമുക്ക് 10ാമനാക്കി അങ്ങ് മാറ്റാമായിരുന്നു. അതായത് കുറച്ചും കൂടി എഫക്റ്റ് കുറഞ്ഞു കിട്ടിയേനെ. 10 എന്നുള്ളൊരു നമ്പർ അല്ലോ, അല്ലേ? കൊള്ളാം, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇനി ചില ആൾക്കാർ വാദവുമായിട്ട് പറഞ്ഞുകൊണ്ട് വരും, MLAയുടെ മകൻ അറിഞ്ഞതായിരിക്കത്തില്ല, സുഹൃത്തുക്കൾ ചതിച്ചതായിരിക്കും, സുഹൃത്തുക്കൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൈവശം വെച്ചതായിരിക്കും. അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇനി നിരപരാധിയാക്കി കാണിക്കാനും ന്യായീകരിക്കാനും കുറേ ആൾക്കാർ വരും. ഇവിടെ മനസ്സിലാക്കേണ്ടത് വെറും ഈ കഞ്ചാവ് മാത്രമല്ല പിടിച്ചെടുത്തത്, അത് ഉപയോഗിക്കാനുള്ള സാമഗ്രികൾ ഉൾപ്പെടെയാണ് അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത്. അപ്പം മകൻ അറിയാതെയാണ് എന്ന് എന്തടിസ്ഥാനത്തിൽ പറയും? അതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരെ കസ്റ്റഡിയിൽ എടുത്ത സമയത്ത് തന്നെ ഇവരെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണമായിരുന്നു. ആ സമയത്ത് നമുക്കറിയാം ഇവരുടെ ബ്ലഡ് സാമ്പിളിനകത്ത് ഇങ്ങനത്തെ കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് തെറ്റുകാരാണ്, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, അവർ നിരപരാധികളാണെന്ന് തെളിയിക്കാമായിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. അവരെ കസ്റ്റഡിയിൽ എടുത്തപ്പോൾ തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ പറഞ്ഞു വിട്ടു. അടിപൊളിയായിട്ടുണ്ട്. ഒരു MLAയുടെ മകനാണ്. ഇതിനെന്തിനാണ് ഇത്ര ഹൈപ്പ് കൊടുക്കുന്നതെന്ന് ആൾക്കാർ ചോദിക്കും. MLAയുടെ പേരെന്തിനാണ് വലിച്ചിഴക്കുന്നത്? അമ്മ എങ്ങനെയാണ് തെറ്റുകാരിയാകുന്നത്? ഒരിക്കലും അല്ല. മക്കൾ ഇങ്ങനെയൊക്കെയുള്ള തെറ്റുകൾ ചെയ്യാം, അമ്മ ഒരിക്കലും തെറ്റുകാരിയല്ല. പക്ഷെ ഇവിടെ അമ്മ അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്, MLA ആണ്. നാട്ടിൽ ഇത്തരം സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കേണ്ട ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയുടെ മകൻ ഇത്തരത്തിലുള്ളൊരു തെറ്റ് ചെയ്യുമ്പോൾ അതിന് ഹൈപ്പ് കൊടുക്കും. ആൾക്കാർ അതിനെ സീരിയസ് ആയിട്ട് തന്നെ കാണും. കാരണം മകൻ തെറ്റ് ചെയ്യുന്നു, മകനെ നേർവഴിക്ക് നടത്താൻ പറ്റാത്ത ഒരു അമ്മ, ഒരു MLA എങ്ങനെയാണ് ബാക്കിയുള്ള നാട്ടിലുള്ള കാര്യങ്ങൾ നോക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ അവിടെ ഉത്തരം പറയാൻ വേണ്ടി പറ്റത്തില്ല, വായടച്ചിരിക്കാനേ പറ്റത്തുള്ളൂ. ഇവിടെ മകൻ തെറ്റുകാരനായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ FIR ഇടത്തില്ലല്ലോ, കേസ് എടുക്കത്തില്ലല്ലോ. പിന്നെ അവസാനത്തെ പ്രതിയാക്കി മാറ്റിയതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സംശയമുള്ളത്. ഇവിടെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണമായിരുന്നു അവരെ. വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയായിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കാമായിരുന്നു. പക്ഷേ അത് ചെയ്തില്ല, കൃത്യമായിട്ടുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്തില്ല. ഇനി 3 ഗ്രാം എന്ന് പറയുന്നൊരു ചെറിയ എമൗണ്ട് ആണ് ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത്. അത് കൂടുതൽ ഉണ്ടായിരുന്നോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. ഇങ്ങനെയുള്ള സാഹചര്യം നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവാക്കണം. ഇത്തരം കാര്യങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്താലും അവർക്ക് ശക്തമായിട്ടുള്ള ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള നിയമം വരണം. നല്ല സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുന്ന ഒരു പോലീസുകാരൻ മതി, ഒരു എക്സൈസുകാരൻ മതി ഇതൊക്കെ മാറ്റിമറിക്കാൻ. പക്ഷെ അങ്ങനെ ആരുമില്ല.
അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവനെ സ്ഥലം മാറ്റും, അല്ലെന്നുണ്ടെങ്കിൽ നാളെ അവനെ ഓടയിൽ നിന്ന് പറക്കിക്കൊണ്ട് പോരേണ്ടി വരും. നമുക്കറിയാമല്ലോ ഈ നാട്ടിലെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അധികാരത്തിലിരിക്കുന്നവർക്ക് എന്തും എപ്പോഴും ഏത് സമയത്തും ആകാം. ഇനി എന്ത് ന്യായീകരണമാണോ MLA തരാൻ വേണ്ടി പോകുന്നത്? ബാക്കി 8 പേരും ഈ സാധനം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയിരുന്നത്. പക്ഷെ MLAയുടെ മകൻ മാത്രം കാഴ്ച കാണാനായിരിക്കുമല്ലോ പോയിരുന്നത്. ഇവർ ഉപയോഗിക്കാതെ എന്തായാലും പോലീസുകാർ ഇവരെ പിടിച്ചുകൊണ്ട് പോകത്തില്ല. ആരൊക്കെ എവിടുന്നൊക്കെ ഇൻഫർമേഷൻ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പോലീസുകാരായിക്കോട്ടെ എക്സൈസുകാരായിക്കോട്ടെ അവിടെ ചെന്ന് അന്വേഷിച്ച് അവരത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താതെ എന്തായാലും പിടിച്ചുകൊണ്ട് പോവില്ല. പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഒരുപക്ഷെ MLAയുടെ മകനെ അതിനകത്തുണ്ടെന്ന് മനസ്സിലായി കാണത്തില്ല.